എല്ലാവർക്കും KNTK യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ മാറ്റി. മൊത്തത്തൊന്നും കഴിഞ്ഞില്ല, അപ്പം മൊത്തത്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ചെയ്യാം. പൗഡർ ഇട്ട് കഴിഞ്ഞിരുന്നു. പിന്നെയും ഇതൊന്ന് തുടയ്ക്കട്ടെ. പൊട്ടുക പൊട്ട് ഇങ്ങനത്തെ പൊട്ടൊക്കെ ഞാൻ തൊടാറ് കേസ്. അത് കഴിഞ്ഞാൽ കുറച്ച് കണ്ണെഴുതാനൊക്കെ ഉണ്ട്. അത് ഞാൻ എന്നും മേൾക്കൂടെ എഴുതും കൺമഷി വെച്ചിട്ട്. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, അടിയിൽ എഴുതുള്ളൂ. കൺമഷി എടുത്തിട്ടാണ് കേസ്. ഈ കൺമഷി കേട്ടോ, ഇത് വെച്ചിട്ട് ഞാൻ അടിയിൽ കൂടെ എഴുതും. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ മുകളിൽ കൂടെ എഴുതാറുണ്ട് കേട്ടോ. ഞാനിന്ന് ഇത് വെച്ചിട്ട് അടിയിൽ കൂടെ മാത്രമേ എഴുതണുള്ളൂ, മുകളിൽ കൂടെ എഴുതുന്നില്ല. ഞാൻ തെറ്റിയാലോ വിചാരിച്ചു. അല്ലെ വേണ്ടല്ലേ, മുകളിൽ കൂടെ മാത്രമേ എഴുതാം, അടിയിൽ കൂടെ എഴുതാം. മുകളിൽ കൂടെ മാത്രം എഴുതട്ടെ. തന്നെ ഗൈസ് പണി വെറുതെ ഞാനിങ്ങനെ ഓരോന്ന് പറയും. ഞാനിന്ന് ക്യാമറ ഇല്ല വെച്ചിട്ട് അറിയാതെ പറഞ്ഞു പോയി. ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായിരിക്കും, ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനോട്ട് പറയും, എന്നിട്ട് ലാസ്റ്റ് മനസ്സിലാവുക ക്യാമറ ഉണ്ടായിരുന്നു. സെറ്റായോ കൊളായോ ഒന്നും നിശ്ചയില്ലാത്ത അവസ്ഥയായോ. ഞാനിപ്പോൾ വരാം, ചെറുതായിട്ടൊന്ന് കണ്ണിക്കൊള്ളായി. ഇപ്പം വരാം. തിരിച്ചു വന്നു ഗൈസ്. ഈ കണ്ണിന് വളർത്തിണ്ട്. ഇത് എന്തായാലും വായിച്ച് കളയണം. ഞാൻ പ്രത്യേകിച്ച് എത്തിയില്ല.
അപ്പോൾ നമ്മൾ കണ്ണ് ചെയ്തത് തെറ്റിപ്പോയി. ഉണ്ടായില്ല, ചെറുതായിട്ട് സാധനല്ലേ ഉണ്ടാവുക. എനിക്ക് ഇഷ്ടമല്ലാത്ത മുകളിൽ വരുമ്പോൾ നല്ല വേദന. അമ്മേനോട് ഇത് രസമുണ്ടോ ചോദിച്ചോക്കാം. അമ്മ, ഇത് രസമുണ്ടോ? ഗായ്സ്, അപ്പോൾ അമ്മ 4 തുറന്നു വരെ. അപ്പം ഞാൻ പോയി എടുത്തിട്ട് വരാം ഗായ്സ്. ഇവിടെ ഒരാൾ അയ്യോ ജന്മതിയില്ലേ 5 ഇതാണ് അയ്യോ പോണു. ഒരു 3 മതിയാകും ചേരുത്തണം. 4-5 പോലെ നമുക്ക് ഒരു 5 എടുക്കാം. 2, 3, 6 തോന്നുന്നു. പേടിയാണ്. നിങ്ങൾക്ക് ലൈവായി കാണിച്ചു തരാം കേട്ടോ. എടുക്കാൻ പറ്റില്ലേ? കണ്ടു എന്ന് വിചാരിക്കട്ടോ. ചെല്ല നമുക്ക് വേണം സ്കൂളിൽ വന്നിട്ട് സ്കൂളുണ്ട് ഒന്നാമത്തെ കാരണം. പപ്പയ്ക്ക് പോകണം. അതുകൊണ്ട് ചായ കൂടി കുടിച്ചിട്ടില്ല. അപ്പം 4 ദോശ ഇട്ടിട്ട് എന്താ ഇനിയിപ്പോ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെറുത്ത്. അപ്പം ഇനി തൊട്ട് കണ്ണെഴുതി പൗഡർ ഇട്ടോ. ഇനി ഒരു പരിപാടിയിലല്ലോ, മാല ഇട്ട്. ഇനി കമ്മലിടാൻ മാത്രമേ ഉള്ളൂ. കമ്മൽ ശരിയാണ്. എനിക്ക് എൻ്റെ കമ്മലിൻ്റെ പെട്ടി എടുക്കുകയും സിന്ധി ഉണ്ടാക്കുന്നുണ്ട്. കുറേ ചരടൊക്കെ ഉണ്ട്. ഇവിടെ തുറന്നു ഇട്ടിട്ടുള്ളത് ചെറുതായിട്ട്
ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇതങ്ങിട്ടിടും. കാണുന്നുണ്ടല്ലേ? ന്യൂട്ടാപ്പിയാണ്. കാണുന്നുണ്ടോ അറിയില്ല. ടൊക്കെ അതായത് കണ്ണില്ല കമ്മല് ഇനി കണ്ടോന്ന് വിചാരിക്കുന്നത്. കണ്ടില്ല. മുടി കെട്ടാനുള്ളൂ. ഇന്ന് അവൻ സ്കൂളിൽ പോകുന്നില്ല. എന്നാന്നറിയോ? ഇന്ന് ഇനി പനിയാണ്. അപ്പം ഇനി സ്കൂളിൽ പോയി കളിച്ചാൽ വെച്ചിട്ട് സ്കൂളിൽ പോയില്ല. എൻ്റെ ചെവിൻ്റെ ഇവിടെയോ അങ്ങനെ തന്നെ. നക്കിൽ വളകളഞ്ഞ് കമ്മലിട്ട് എന്താ പരിപാടി? ഇത്ര പരിപാടി എന്തോ ഒരു പരിപാടി ഇല്ലാന്ന് പറയണ്ട. ചുമയാണ് മുടി ഇട്ടിട്ടാ ഞാൻ ഫോൺ നോക്കി കഴിക്കട്ടെ. അപ്പോൾ ഇനി ബാക്കി ഞാൻ സ്കൂളിട്ട് വന്നിട്ട് കാണാം. ബൈ ബൈ. എങ്ങനെ നീ സ്കൂളിൽ പോയി? ഇതാ സ്കൂളിൽ പോയിട്ടില്ല. ഹായ് പറയണ്ട. ചുമയും ജലദോഷമൊക്കെ ആയിട്ട് പോയില്ല. ഇപ്പോൾ ഇതാ എൻ്റെ ഓഫീസിലുണ്ട്. ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാ ഓനിതാ ഫോൺ കണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ കാണും. പിന്നെ പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ്. എനിക്കും ഇന്ന് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗായ്സ് ഞാൻ സ്കൂള് വിട്ട് വന്നു, കുളിച്ച്. ഇനി ഞാൻ ഹോംവർക്ക് ചെയ്യാൻ പോവാണ്. ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് മാത്സ് ഹോംവർക്ക് ഉണ്ടായിരുന്നു. ഒക്കെ കഴിക്കുന്നു. മാത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ ക്ലാസ് മാഷ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഹോംവർക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഉറങ്ങണം. രാത്രി ഭക്ഷണം കഴിച്ചു, ചാടിച്ചു. അപ്പം ഞാനും അമ്മയും നിലത്ത് അടക്കുക. ഇതിനൊക്കെയല്ലേ ഞാനും അമ്മയും നിലത്ത് ഇറക്കുക. ഓനും അച്ഛനും കെട്ടുമ കിടക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് പിന്നെ ഒന്നാമത് നിലത്തിറക്കാനാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങന്മാരെ പോലെ ചടിക്കളിക്കുമ്പോൾ കണ്ട അവിടെ കടന്നു ഗൈസ്. ഞാനും ബേലോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മേനെയും കാട്ടിത്തരാം.
ഗൈസ്. അതാണ് എൻ്റെ അച്ഛനും ഓരെന്താ കള്ളനും ദൈവവും. അത് അങ്ങനെ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയറിയില്ല അങ്ങനെ ചെവിയിലെന്ന് പറഞ്ഞുതരാണ് ഈ എന്നെ പറഞ്ഞു കൊടുത്ത ഗൈസിന് കള്ളനും ദേവിയും. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ എല്ലാവർക്കും ബൈ ബൈ.